സെലിംകുമാർ ബീഡി വലിക്കും ഭയങ്കരമായിട്ട്. അപ്പം മാസ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. AC ഒന്നും അല്ല, കൊതുക് ഭയങ്കര കൊതുകാണ്. അങ്ങനെ കാസറിൻ്റെ ഡിസ്കഷന് സെലിംകുമാർ വന്നിരിക്കും. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പക്ഷേ ഈ ബീഡി കൊതുകുതിരി മേടിക്കാൻ അതിന് കാശ് ചിലവൊക്കെ ഉണ്ടാവും. അത് തന്നെ പിന്നെ ഇവൻ്റെ ബീഡി വലി ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. വലിച്ചോട്ടെ, കുഴപ്പമില്ല. നടൻ സിദ്ദിഖ് ലീഡ് ചെയ്യുന്ന ഒരു ഷോ. ഒരു മിമിക്രിക്കാരൻ വരുന്നുണ്ട്, 2 പേര്. അവരൊന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോറിന്റെ പുറത്ത് ഒരാൾ നിൽപ്പുണ്ട്. എടാ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ട്രിപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കുന്നേ. ദിലീപാണ്. പിന്നെ ഉള്ളത് മണിയാണ് ഒന്ന്. എല്ലാം ഉക്കറായിട്ട് ചെയ്യുവാൻ. ഒരു ആനയുടെ നടപ്പുണ്ട് ബാക്ക്. അത് പക്ഷെ ബ്ലാക്ക് പാൻറ് ഉണ്ടെങ്കിലാണ് കറക്റ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് അറിയാൻ പാടില്ല, നിങ്ങോട്ട് വരുന്നത് ബ്ലാക്ക് പാൻറ് ഇടാറുന്നില്ലേ? ഞാൻ അതിൽ പിടിച്ചു. അതറിയായിരുന്നു. പക്ഷെ കലാപനിൽ പരിപാടി കാരണം ഒരു പാൻറ് ഉള്ളത് കഴുകിയിട്ടേക്കാണ്. മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞു. മലയോര പ്രദേശത്ത് നടക്കുന്ന ചെറിയ കുറച്ച് കൂട്ടം ആൾക്കാരിൽ നടക്കുന്ന ആ സാമ്പത്തിക വ്യവസ്ഥയിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇവിടെ ആൾക്കാർ ചന്ദ്രനിൽ ടൂർ പോകാൻ നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു ദേവദാസ് കളി. ഏറ്റവും മോശപ്പെട്ട അതാണ് എനിക്ക് തന്നത്. മറക്കരുത്. തമാശകളിലൂടെ പോകുന്ന ഒരു അശോകേട്ടനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? മാജിക് മഷ്റൂം കഴിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഫീലാണ് ഈ മൂവിയിലൂടെയുള്ള കഥ. വെളിവില്ലാതെ ആവൂല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, നമസ്കാരം. മൈൽ സ്റ്റാർ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബി വിത്ത് രമ്യയിലേക്ക് സ്വാഗതം. ഇന്ന് ബി വിത്ത് രമ്യയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് മാജിക് മഷ്റൂംസിന്റെ വിശേഷങ്ങളാണ്. ഇന്ന് എന്നോടൊപ്പം അതിന്റെ എല്ലാ ടീം ഇവിടെ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ ഷോ. യെസ്, മാജിക് മഷ്റൂംസ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അറിയാലോ എന്ത് മഷ്റൂം ആയിരിക്കും പറഞ്ഞത്. അപ്പോ പ്രൊഡ്യൂസർ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, നായികയുണ്ട്. അപ്പൊ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ആദ്യം ചോദിക്കട്ടെ, പ്രൊഡ്യൂസർ സർ, ഇതിന്റെ പ്രൊമോഷന് വന്നിരിക്കുമ്പോൾ ആക്ച്വലി മാജിക് മഷ്റൂം കൊണ്ടുവരണ്ടേ? ശരിക്ക് ഡയറക്ടറാണ് ആ പേരും ഇതൊക്കെ ചൂസ് ചെയ്ത് കൺഫേം ചെയ്തത്. അതിനെ കുറിച്ച് ചോദിക്കാൻ പുള്ളിയോട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മഷ്റൂം അല്ല ഇത്. അല്ല, മഷ്റൂം എന്ന് പറഞ്ഞത് ഇത് മാജിക് മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല മാജിക് ആയിട്ട് വരുന്നത്, വേറെ പലതും ഉണ്ട്. പിന്നെ പുള്ളിയാണ് അത് സെലക്ട് ചെയ്തത്. അപ്പൊ പുള്ളിയോടാണ് ആ ചോദ്യം ചോദിക്കാൻ നല്ലത്. ഞാൻ ചോദിച്ചു, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. അത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബെറ്റർ പുള്ളിയാണെന്ന് പറഞ്ഞതാണ്. ഇത് അതല്ല, അത് ഈ സാധനം ഞങ്ങള് കുറെ വർഷമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ലാത്ത ആളാണെന്ന് അറിയാം. അതിന്റെ പേരിൽ ഇതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. മാജിക് മഷ്റൂംസ് എന്ന് പേരിട്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് കേട്ടിട്ടുള്ളൂ. ഇതിനെ കുറിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവസ്ഥരൊക്കെ പറഞ്ഞു തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അനുഭവസ്ഥരൊക്കെ പറഞ്ഞു എനിക്കത് പുറത്തറിയുന്ന തരത്തിൽ ഉപയോഗിക്കാറില്ല. അങ്ങനെയല്ല. പിന്നെ ഇന്റേണലി നമുക്ക് ഇങ്ങനെ ഇത് അല്ല മാജിക് മഷ്റൂം ഇതാണ് ആപ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പുള്ളി എത്തുന്നു. ഡെഫിനറ്റ്ലി. അല്ല, ഇത് നമുക്ക് നമ്മൾ ഈ പേര് അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാം, ഓക്കെ ഇതിന്റെ പേരിൽ നമുക്ക് കുറച്ച് പരാതി വരവൊക്കെ കേൾക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സെൻസറിന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇത് ചോദിച്ചപ്പോ ഈ മാജിക് മഷ്റൂംസ് പേരിട്ടിട്ടുണ്ട്. അതുമായിട്ട് ഞാൻ പറഞ്ഞ പടം കണ്ടു നോക്കുമ്പോ അറിയാൻ സാർ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പടം ഇതായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഓക്കെ, അത് കണ്ടിട്ട് അങ്ങനെയാണ് കിട്ടിയത്. പക്ഷെ എന്നാൽ പേര് ഭയങ്കര റിലവന്റ് ആണ് താനും. അതിനകത്ത് ആ പേര് ഭയങ്കര റിലവന്റ് ആണ്. നമ്മൾ തുടക്കവും അവസാനവും അല്ലെങ്കിൽ ഏറ്റവും അവസാനിക്കുന്നതും ഒക്കെ ഇത്തരം ഒരു മഷ്റൂമിന്റെ മാജിക്കിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടാണ് സംഭവിക്കുന്ന സിനിമ. എന്നാലും മിക്ക അപ്പം ഈ ഒരു കഥയുടെ പശ്ചാത്തലം അങ്ങനെ വന്നതുകൊണ്ടാണ് ഈ ഒരു പേരും, അതോ ഈ ആൾക്കാർ ഈ പേര് കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി രണ്ട് രീതിയിലും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന നിക്കൊക്കെ അറിയാലോ. അപ്പം ആ ഒരു ആസ്പെക്ടും കൂടെ നോക്കിയിട്ടാണോ ഈ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ടാവുക? അങ്ങനെയല്ല, ഇത് സാധാരണ നമ്മൾ കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് മാജിക് മഷ്റൂം എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പോഴത്തെ യൂത്തിനും എല്ലാവർക്കും അറിയാവുന്ന മാജിക് മഷ്റൂമിന് പുറമെ ഇങ്ങനെയും ഒരു ലഹരി, അതായത് ഇത്തരത്തിലുള്ള ഈ കഥാപരമായിട്ട് പ്രണയത്തിന്റെ ലഹരി, സംഗീതത്തിന്റെ ലഹരി, അല്ലാതെ ഈ ബന്ധങ്ങളുടെ ലഹരി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ അതിന് ലഹരിയുണ്ട്. അല്ലാണ്ട് നമ്മൾ മാജിക് മഷ്റൂം അടിച്ച് ബോധമില്ലാതെ ആയിപ്പോകുന്ന തന്നെ അല്ല ലഹരി. അപ്പോൾ അങ്ങനെ രണ്ട് തലമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പറയുമ്പോൾ
അങ്ങനെ പറയണ്ടേ. ഓക്കെ അതെ. ഓക്കെ. അപ്പൊ മാജിക് മഷ്റൂം കഴിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഫീലാണ് ഈ മൂവിയിലൂടെയുള്ള കഥ അല്ലേ? ആ ഒരു വെളിവില്ലാതെ ആവൂല. അല്ല അങ്ങനെ വളച്ചൊടിക്കാൻ പറ്റത്തില്ല. അതെ, അതെ. പക്ഷെ എന്നാലും feel good ആണ്. ഡെഫിനറ്റ്ലി Yeah. പക്ഷെ അതിനകത്തൊരു മാജിക് ഉണ്ട്. ഒരു സന്തോഷം ഉണ്ടാവും അതെ. അത് കഴിയുമ്പോ. അല്ല, ഇതൊക്കെ കഴിച്ചവര് പറയണ എന്താ, നമ്മൾ ഏതിലാണോ ഇരിക്കുന്നത്, എന്ത് മൂഡിലാണോ ഇരിക്കുന്നത്, അത് നമ്മൾ അങ്ങ് അതിലായിരിക്കും ഹാലുസിനേഷൻ കിട്ടുക എന്നാണ് പറയണത്. സോ നമ്മൾ ഫ്ലവേഴ്സ് കണ്ടോണ്ടിരുന്നാൽ അവിടെ ഫുൾ പൂന്തോട്ടങ്ങളായി. ഇതൊക്കെ അനുഭവിക്കാൻ എന്റെ പ്രൊഡ്യൂസർ സർ, ഇവർക്കൊക്കെ ഒരു ഡോസേജ്, ഒരു സംഭവം. അക്ഷയ, നിങ്ങൾ പോലും ചോദിച്ചില്ലേ? അക്ഷയ്ക്ക് ഇപ്പോഴാണെന്ന് തോന്നുന്നു ഇതിനെ കുറിച്ചിട്ട് കേൾക്കുന്നത് പാവം കുട്ടി തമിഴും റീൽസും ഒക്കെ ആയിട്ട് ആ ഒരു ലോകത്തിൽ നിന്നിട്ട് ഇപ്പൊ ദാ നമ്മുടെ ഈ ഒരു മാജിക് മഷ്റൂംസിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് മലയാളത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. സോ ഹൗ ഡു യു ഫീൽ നൗ? ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പൊ ഇവരുടെ കൂടെ ഇരിക്കുന്നത്. കാറിൽ വരുമ്പോ പോസ്റ്റർ കണ്ടത്, ഒരു വെള്ളിയാഴ്ച നമ്മുടെ പടം വരുന്നു, ഇതിനെ കുറിച്ച് എല്ലാം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ. ഇതിലെ കഥാപാത്രമോ? കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. കഥ ആകാശ് നറേറ്റ് ചെയ്തപ്പോ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചായിരുന്നു. ആൻഡ് ഞാൻ അപ്പൊ തന്നെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എടുക്കൂല്ലെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ, നമുക്ക് ഓഡിഷൻ ചെയ്യണം എന്നുള്ളത്. ആൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ലൈക്ക് ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. അതിപ്പം അക്ഷയ കുറെ ഡാൻസിന്റെ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനകത്തും അതെ ഡാൻസിന്റെ സീക്വൻസും കാര്യങ്ങളും എല്ലാം. അപ്പം കുറെയൊക്കെ അക്ഷയ കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവണം അല്ലേ? കാരണം റിയൽ ലൈഫിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളും ഇതിനകത്തും ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫീൽ ഗുഡും കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റിയും അല്ലേ? ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അല്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ പൊതുവെ ഇഷ്ടമാണ്. ലൈക്ക് ഇപ്പോ മ്യൂസിക് സ്റ്റേജിലൊക്കെ നമ്മൾ സ്പീക്കറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കൈയും കാലൊക്കെ ഒതുക്കിയിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും ഡാൻസിന്റെ കാര്യത്തില്. സോ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു മൂവി തന്നെ നമുക്ക് ഇത്രയും പെർഫോമൻസ് വെച്ച് ബൃന്ദ മാസ്റ്ററിന്റെ കൊറിയോയിൽ ഇത്രയും ചിത്ര മാം ആൻഡ് റിമി മാമിന്റെ പാട്ടില് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ്. ആൻഡ് ഐ റിയലി എൻജോയ് ഇറ്റ്. അതിനനുസരിച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. നമ്മള് 2 വട്ടം ലൈക്ക് എടുക്കാൻ പറ്റാതെയാണ്. വേറൊന്നുമില്ല, ഫസ്റ്റ് ഡേ മുതല് നമ്മള് വേറെ തരത്തിലുള്ള ഷൂട്ട് ചെയ്ത് അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് ഉള്ളൂ. അപ്പം ഈ ക്യാരക്ടറിലേക്ക് കയറാന്ന് പറഞ്ഞത്. പക്ഷെ ഫസ്റ്റ് ഡേ മുതൽ വന്ന് എന്നാ ഡാൻസ് ഷൂട്ട് ചെയ്യുന്ന ഇതായിരുന്നു എന്റെ എക്സൈറ്റ്മെന്റ്. ഓക്കെ. അതായത് നമ്മുടെ മത്സരത്താഴില് ശോഭന ചേച്ചി ചോദിക്കാറുണ്ടെന്ന് കേൾക്കാറുണ്ട് ഫസ്റ്റ് എപ്പോഴാണ് എന്റെ സീക്വൻസ് ഷൂട്ട് ചെയ്യുക, എപ്പോഴാണ്? അങ്ങനെ അവസാനം ചേച്ചി ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കറക്റ്റ് മൂഡാണ്, ഇപ്പൊ ഷൂട്ട് ചെയ്താൽ കറക്റ്റ് കിട്ടുന്നത്. എക്സാക്ട്ലി ദ സെയിം ആണോ ഇക്ക? അങ്ങനല്ല, ശരിക്ക് ഈ ക്യാരക്ടർ നമുക്ക് എനിക്ക് തോന്നുന്ന ലൊക്കേഷനിൽ ക്യാരക്ടറിനൊരു മൂഡുണ്ട്. മിക്കവാറും അങ്ങനെ ഒരു മൂഡിൽ തന്നെയായിരുന്നു അക്ഷയ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, കാരണം ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ലൊക്കേഷനിൽ ചെന്ന് ചില സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മൾ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചിലപ്പോൾ ഒരു മരണ വീട്ടിൽ എല്ലാവരുടെയും അതിൻ്റെ ഫീൽഡിൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നായിരിക്കും കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞങ്ങളുടെ ബാച്ച് എല്ലാവരുടെയും പോയിട്ട് നിന്നിട്ട് തമാശയും ചിരിയും കളിയൊക്കെ ആകുമ്പോഴേക്കും റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ വന്നിട്ട് ഹലോ കുറച്ച് നേരം ആ മൂഡിൽ വന്നല്ലേ, അല്ലാണ്ട് നിങ്ങൾ സ്വിച്ചിട്ട പോലെ പെട്ടെന്ന് മാറിയൊന്നുമില്ല, അതിന് നിങ്ങൾ മോഹൻലാലും മമ്മൂക്കൊന്നും അല്ലല്ലോ സ്വിച്ചിട്ട പോലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ മാറാൻ, അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ട് അതിൻ്റെ മൂഡിലിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇവിടെയും എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറായിട്ട് ഭയങ്കര ഒരു അതിൽ തന്നെയായിരുന്നു കുറേ നാൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ സോങ് ഡാൻസ് ഭയങ്കര എനർജിയിൽ ഡാൻസ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ അത് കുറേ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് അതിലേക്ക് വരുമോ. പിന്നെ പേടിയായിരുന്നു, കാരണം അത്ര എനർജിയിലേക്ക് വരുന്നൊരു, കാരണം അതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു അക്ഷയല്ല നമ്മൾ ഡാൻസിൽ കണ്ടത്. ഭയങ്കരമായിട്ട് ഒരു മാജിക്കൽ പെർഫോമൻസ് തന്നെ തോന്നുന്നു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ കൊണ്ടാണ് ആ ഡാൻസ് ഫുൾ പഠിച്ചതെന്ന് പറഞ്ഞു ബൃന്ദ മാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ 1.5 മണിക്കൂർ ആ കുട്ടി എടുത്തുള്ള ഡാൻസ് പഠിക്കാന്ന് പറഞ്ഞു, ഫുൾ സീക്വൻസ് പഠിക്കാൻ. എന്നിട്ട് ഇപ്പൊ അതിന്റെ ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഫുൾ വീഡിയോ വന്നുവല്ലോ പാട്ടെല്ലാം, ഇപ്പൊ സന്തോഷായോ? ഭയങ്കരമായിട്ട് ഹാപ്പി. റീൽസ് കാണുന്നതിനെക്കാട്ടിലും സന്തോഷമായിട്ടുണ്ടാവും. ഓഫ്കോഴ്സ് നമ്മള് റീൽ ഇറ്റ്സ് എ പാത്ത് ടു സിനിമ. നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ പാതയിലൂടെ പോവാം, നമുക്ക് കിട്ടുമായിരിക്കും എന്ന് കണ്ടുപിടിച്ചൊരു പാത്താണ് ഈ റീൽസ്. നമുക്ക് എങ്ങനെ ലൈക്ക് നമ്മുടെ അഭിനയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതി നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു മോഡായിരുന്നു. അപ്പൊ അതുവഴിയാണ് നമ്മൾ സിനിമയാണ് ആഗ്രഹിച്ചത്. സോ ഹിയർ ഐ ആം
ഓക്കെ യെസ്. സുജിത്തേട്ടൻ ഇപ്പോ എത്ര സിനിമകൾ എത്ര നല്ല മാജിക്കൽ ഷോട്ട്സ് ഒക്കെയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്ന ഒരു ഷോട്ട് മാജിക്കൽ ഈ ഒരു മൂവിക്കകത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് നിങ്ങളത് കണക്ക് കൂട്ടുന്നതെന്ന്, അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ വരുന്നതെന്ന്. ഇതൊരു ഒരു ഒരു മലയോര പ്രദേശത്ത് നടക്കുന്ന ഒരു ചെറിയ കുറച്ച് ആൾക്കാരിൽ നടക്കുന്ന, ചെറിയ കുറച്ച് കൂട്ടം ആൾക്കാരിൽ നടക്കുന്ന, ആ സാമ്പത്തിക വ്യവസ്ഥയിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചില ഗിമ്മിക്സും ചില മാജിക്സും മാത്രമേ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു ഭയങ്കര ഒരു ജൈജാൻറ്റിക് വിഷ്വൽസിലേക്ക് വരേണ്ട ഒരു സിനിമയല്ല. കുറച്ചുകൂടി ഒരു നാട്ടുകാർ, അതിൻ്റെ ഒരു പ്രകൃതി, അതിൻ്റെ ഒരു നാച്ചുറലിസം, വെരി ഓർഡിനറി പീപ്പിൾ, അപ്പം അത് ഫീൽ ചെയ്യണം. അപ്പം അതെന്നെ കൊണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കാൻ. അപ്പം നമ്മൾ ഭയങ്കര ഒരു ജൈജാൻറ്റിക് വിഷ്വൽസിനേക്കാളും കുറച്ചുകൂടി ഒരു അണ്ടർ പ്ലേ ചെയ്യേണ്ട സിനിമയാണത്. ഞാൻ അങ്ങനെയാണ് പൊതുവെ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അത് സംവിധായകനാണ് പറയുന്നത്. സുജിത്ത് പറഞ്ഞു എന്താ അറിയോ, അമർക് ബ്രന്തോണി ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമ. അത് സുജിത്ത് ക്യാമറ വർക്ക് ചെയ്ത കാരണം ആ സിനിമയുടെ ഭംഗിയും കാര്യങ്ങളെല്ലാം അങ്ങനെ അത്രയും സിനിമ മനോഹരമായി അതിനൊരു പാർട്ടാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ചെയ്തത് കംപ്ലീറ്റ് വേറെ പൃഥ്വിരാജ്, അങ്ങനെ പിന്നെ തെലുങ്ക്, അങ്ങനെ വേറെ ലെവല്. അങ്ങനെയല്ല, ഞാൻ വലിയ സ്കെയില്. അല്ലല്ല അതിനു മുമ്പേ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എമ്പുരാനും ലൂസിഫറൊക്കെ അല്ലേ ചെയ്തത്. വേറെ 10-15 രാജ്യങ്ങളിൽ പോയി ചെയ്തൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞു വന്നറിയോ, ഇതിനകത്ത് ഇങ്ങനെ മതി ആ ലെവലിൽ നിന്ന് എനിക്ക് ഈ ലെവലിലേക്ക് ഒന്ന് താഴേണ്ടി വന്നു. അല്ലല്ല, ഞാൻ ചെയ്യുമ്പോ അതിലേക്ക് ഇറങ്ങി. ഇല്ല, എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര റിസ്കി പരിപാടിയാണ്. എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഞാൻ എംബ്രാൻ ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര ജൈജാൻറ്റിസം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അതിന്റെ ഭയങ്കര പെർഫെക്ഷൻ അത് ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് ഇതിലേക്ക് ഭയങ്കര നാട്ടുമ്പോൾ എന്ന് പറയുമ്പം ആക്ച്വലി കുറച്ചുകൂടി പ്രിപ്പറേഷൻ ഇതിനകത്ത് വേണം. എങ്ങനെയാണ് ഒരു നാട്ടുകാർ അതിന്റെ ഒരു വെരി ഓർഡിനറി പീപ്പിളായിട്ട് നമ്മൾ കാണിക്കണമല്ലോ. എന്നാൽ ഒരിക്കലും ഇതുപോലെ ഭംഗിയുള്ള കുട്ടികളുടെ ഒന്നും ഗ്ലാമറും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ആക്ടേഴ്സ് എല്ലാം ആക്ച്വലി നല്ല ഭംഗിക്ക് ഉണ്ടാവണം. എങ്കിലാണ് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊട്ടും കുറയാനും പാടില്ല. എന്നാൽ ഒരു ഗ്രാമീണത പൊതുവെ ഉണ്ടാവണം. അപ്പൊ ഇതിനകത്തൊരു ചലഞ്ച് ഉണ്ട് ശരിക്കും. അപ്പൊ ചേട്ടൻ പറയണ ശരിക്കും ചാലഞ്ച് പറയണത് വലിയൊരു മാസ് മൂവിനെക്കാട്ടിലും ഇത്തരത്തിലുള്ള ഒരു എക്സാക്ട്ലി നോട്ട് അതല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. അതായത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വരേണ്ടുന്ന ചില സാധനങ്ങൾ പറഞ്ഞു. ഇപ്പൊ മിക്കാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് അമറില് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിനകത്ത് ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് എല്ലാമാണ്. അത് കഴിഞ്ഞപ്പം ഇങ്ങനൊരു ഇക്കയുടെ വലിയ പ്രതീക്ഷയോടെ വരുന്ന അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് വന്നപ്പോഴും ഇക്ക ആ ഒരു കാര്യത്തിൽ പിന്നെ ബോധേഡേ ആയിരുന്നു. സുജിത്ത് ആണ് ക്യാമറ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോ പിന്നെ ഞാൻ ആ ഏരിയയിലേക്ക് എനിക്ക് അതിന്റെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. പിന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയ എന്നല്ല, പിന്നെ നമുക്ക് മോണിറ്ററിൽ മാത്രം കാരണം അതിന്റെ ആ ഫ്രെയിമിന് എന്തൊക്കെ വേണം, അതെങ്ങനെ ഭംഗിയാക്കും, അതിന്റെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട്, അതായത് നമുക്ക് അറിയാം ഓരോരുത്തരുടെ ജോലിയില് ഏൽപ്പിക്കുന്ന ജോലിയിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ ആർട്ട് ഡയറക്ടേഴ്സിനെ നമ്മളൊരു ഇപ്പം നമ്മളുടെ ഇതിൽ ഭാവയ്ക്കൊക്കെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനുള്ള സീനിയോറിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ പറയണ ഇവിടെ ഒരു കിണർ വേണം, അല്ലെങ്കിൽ അതിനങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സാധനം അല്ലാതെ വേറൊരു ആർട്ടിൽ അല്ലെങ്കിൽ ഒരു റൂം സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂമിൽ നമ്മൾ ചിന്തിക്കാത്ത പ്രോപ്പർട്ടീസ് കൊണ്ടുവന്ന് വെച്ച് പ്രോപ്സ് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ ഇത് കൊള്ളാലോ വാവ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും അവരവരുടേതായ കഴിവ് തെളിയിച്ചാലാണ് ഒരു ടോട്ടാലിറ്റി, ഒരു ഫ്രെയിം നന്നാവുള്ളൂ. ആർട്ട് ഡയറക്ടർ നന്നായിരിക്കണം. പിന്നെ അതെ, മേക്കപ്പ് ചില സമയത്ത് വന്നിരിക്കുന്ന സമയത്ത് പല ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ആർട്ടിസ്റ്റ് എന്ന് പറയാമല്ലോ, ഇതൊക്കെ ഇതിനകത്ത് കൂടി ഇങ്ങനെ നോക്കിയിട്ട് ഹലോ പോയി തുറച്ചിട്ടോ എന്നിട്ട് ഓടിച്ചിട്ടുണ്ട്. അങ്ങനല്ല, വളരെ മൈൽഡായിട്ട് പറഞ്ഞു. എന്നാലും അല്ല, ഇപ്പൊ പുള്ളി പറഞ്ഞ ഇതായിട്ടാണ്, പക്ഷെ ഇതൊന്നല്ല.
അതെനിക്കറിയില്ല, കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷെ അതിന്റെ നാച്ചുറൽ നമ്മളിപ്പോ ഒരു ഗ്രാമീണത നമ്മൾ പറയുന്നില്ല. അപ്പൊ അതിനകത്ത് എന്താ അവിടെയുള്ള ആൾക്കാർ അങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല, അങ്ങനെ വെരി നാച്ചുറൽ ആയിട്ട് നടക്കുക. അപ്പൊ പെട്ടെന്ന് ഒരാൾ മേക്കപ്പ് ചെയ്ത് വേറൊരു തരത്തിൽ നിൽക്കുമ്പോൾ അതൊരു വേറൊരു സ്ഥലത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സോ അത് കീപ്പ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു സുഹിത്തേട്ടൻ പടം എടുക്കുന്നതിന് മുന്നേ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അല്ലെങ്കിൽ ഫുള്ള് കേട്ടിട്ടാണ് പടം എടുക്കുന്നത്. ഫുള്ള് സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഏതൊക്കെ ആർട്ടിസ്റ്റിനെ എങ്ങനെ വേണം എന്നുള്ള ഐഡിയ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആണ് ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈക്ക് ആർട്ടിന്റെ ഭാഗത്താണെങ്കിൽ കർട്ടൻ അതിന്റെ ഒരു പൊസിഷൻ ആണെങ്കിലും അതിന്റെ പ്രോപ്പർട്ടീസിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ക്യാരക്ടർ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെങ്കിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ ചില സമയത്ത് ക്ലോസ് ഒക്കെ വെക്കുമ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ള സജഷൻസ് തരാറുണ്ട്. കാരണം ആസ് എ ബിഗിനർ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ അങ്ങനെ എല്ലാ പാർട്ടിലും ആളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. യൂഷ്വലി അങ്ങനെ സിനിമാറ്റോഗ്രാഫി ഇതൊന്നും ആ വിഷ്ണു പറഞ്ഞിട്ടില്ലല്ലോ. അല്ല ഞാനിപ്പോ ഇതൊക്കെ വിഷ്ണു പിന്നെ അല്ല ഇതിപ്പോ എന്താ അറിയോ, ഈ കുട്ടി തുടക്കം അല്ലല്ല പറയട്ടെ, ഈ കുട്ടി തുടക്കമായതുകൊണ്ടും അതിന്റെ ഒരു ഇന്നസെൻസ് കൊണ്ടും പറഞ്ഞതാണ്. ഇതാണ് സത്യാവസ്ഥ എന്നുള്ളത്. മറ്റത് ഇന്നസെൻസ് ഇല്ലല്ലോ. അതും കേക്കണ്ട വിഷ്ണു. പ്രൊഡ്യൂസർ അഭിനയിച്ച് പല തെറ്റുകളുണ്ടായി, അതൊന്നും ചൂണ്ടിക്കാണിച്ചെടുക്കാനായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ല? അതിന് ഉത്തരം പറഞ്ഞു തീരും. അല്ല ചിലതൊക്കെ ചൂണ്ടിക്കാണിച്ചത് നമുക്ക് മാറ്റാം. ഫുൾ പോയിട്ടുണ്ടല്ലേ? അങ്ങനെ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റും ഇതിന്റെ ഇത് വന്നപ്പോഴും അപ്പൊ വിഷ്ണു തന്നെയായിരുന്നു ഇക്കയുടെ മനസ്സിൽ ആദ്യം മുതല്? അല്ല, വിഷ്ണുവാണ് ഈ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നത്. ആകാശിനെ വിളിച്ചിട്ട് വിഷ്ണുവാണ് എന്നെ വിളിച്ചിട്ട് പറയണത്, നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനം ഉണ്ടെന്ന് കേൾക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേട്ടു വെക്കടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേറൊരു പ്രോജക്റ്റുമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറിയാം. അപ്പൊ അതിന്റെ പിന്നിൽ ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിനിടയിൽ ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി നെക്സ്റ്റ് അത് എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു സിനിമ. അപ്പോൾ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് കേട്ടു വെക്കും. നമ്മൾ കേട്ടു വെക്കാം. അങ്ങനെ കേട്ടു. പിന്നെ ആ സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പണിയാൻ അല്ലെങ്കിൽ ഹ്യൂമർ, അതായത് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് വിഷ്ണു ഞാനും കൂടി ചേരുമ്പോൾ ഇനി കട്ടപ്പനയാണ് ഇതിനു മുമ്പ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേരുമ്പോൾ എങ്ങനെയായിരിക്കും ആ സിനിമ എന്ന് ജനം പ്രതീക്ഷിക്കുന്ന ഒരു ഹ്യൂമർ ബേസ്ഡാണ്. അപ്പം ഇതിനകത്ത് തമാശകൾ വേണം. ആദ്യം വന്ന് പറയുമ്പോൾ ഉള്ള തമാശകൾ ഈ തമാശ പോരാ സിനിമ, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള സിനിമ ആയിരിക്കണം. 10 വർഷം മുമ്പാണ് കട്ടപ്പന ചെയ്തേക്കുന്നത്. ആ കട്ടപ്പനയിൽ ഋതുരോഷന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സിനിമ ചെയ്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആരും അത് ആൾക്കാർ നൽകളയും. അപ്പോൾ അതിന്റെ മേളിൽ വരണം എല്ലാം കൊണ്ടും, ക്വാളിറ്റിയും സിനിമയുടെ കഥയും എല്ലാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതിന് ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സ്ക്രിപ്റ്റിൻ്റെ മുകളിലിരുന്ന് അവിടെയും ഇവിടെയൊക്കെ ഇത് കുറക്കേണ്ടടുത്ത് കുറച്ചും കൂട്ടേണ്ടടുത്ത് കൂട്ടിയും റൂട്ട് മാറ്റി തിരിച്ചു വിടേണ്ട അടുത്ത് തിരിച്ചു വിട്ടും ഒക്കെ ഇങ്ങനെ അതെ ആഡ് ഓൺ ചെയ്ത് അങ്ങനെ തന്നെ. അല്ലാണ്ട് സിനിമ ഒരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൊരു കൂട്ടായ്മയിൽ ഒരാളുടെ ബ്രെയിനിൽ നിന്ന് മാത്രം ഒരു എഴുത്തുകാരൻ്റെ, പണ്ട് ഞാൻ പറഞ്ഞ പണ്ടത്തെ റൈറ്റേഴ്സ് ഇപ്പോൾ എഴുതുന്നത് ഒരാളും ഡയറക്റ്റ് ചെയ്യുന്നത് വേറൊരാളാണെങ്കിൽ രണ്ടുപേരുടെ ബ്രെയിൻ വർക്ക് ചെയ്യും, രണ്ടുപേരുടെ സജഷൻസ് ഉണ്ടാവും. ഒരാൾക്ക് തോന്നുന്നതായിരിക്കും. ഇപ്പം ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ തിരുത്താൻ ആളുണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് അതാണ് ശരിയെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനൊരു ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും ഒരു മൈൻഡ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഷെയർ ചെയ്ത് അത് നല്ലൊരു സിനിമ ആക്കി എടുക്കാൻ പറ്റും. അത് ടീം വർക്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇപ്പോൾ ഉള്ളൊരു നമ്മളുടെ ഒരു കൂട്ടായ്മയിൽ കിട്ടിയ കാര്യം തന്നെ ആർക്കും പരസ്പരം ഈഗമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് തർക്കിക്കാറുണ്ട് പല കാര്യങ്ങളും. ചില സമയത്ത് അത് വേണ്ട, അല്ല അതിങ്ങനെ ശരിയാവും, അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അല്ലെങ്കിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് വേണം, ഓക്കെ ശരി. ചിലപ്പോൾ തർക്കങ്ങളുണ്ടാവും. തർക്കിച്ചും പിന്നെ അത് സോൾവ് ചെയ്തു അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ സീൻസും എല്ലാം നന്നാകുക. അത് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഭയങ്കര ആരോഗ്യകരമായിട്ടുള്ള ഡിസ്കഷൻസ് സംഭവിക്കുന്നത്. അതെ അതെ. പക്ഷെ അങ്ങനെ വേണം. അതായത് എന്ത് സംഭവിക്കണമെന്ന് അറിയാമോ, ഇപ്പോൾ ഞാനൊക്കെ ഈ ഫീൽഡിൽ വന്നിട്ട് കുറേ വർഷങ്ങളായി. അതായത് സിനിമയുടെ അല്ലാതെ കലാരംഗത്ത്. അപ്പോൾ എനിക്കൊക്കെ എൻ്റെയൊക്കെ 10ാമത്തെ വയസ്സ് തൊട്ട് സ്റ്റേജും അല്ലെങ്കിൽ എൻ്റെ പേര് മറ്റേ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ട് ഒരു
വന്നിരിക്കുന്ന എന്നെക്കാൾ 20 വയസ്സ് കൂടുതലുള്ള ആൾക്കാർ വരെ പറയും ഞങ്ങളൊക്കെ കുഞ്ഞിൽ തൊട്ട് നിങ്ങൾ അറിയാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് 10-65 വയസ്സുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് കുഞ്ഞിൽ തൊട്ട് അറിയാന്ന് പറയുമ്പോൾ ഞാനാലേക്ക് അപ്പൊ കാരണം എന്താ വെച്ചാൽ എനിക്ക് 10 വയസ്സും പുള്ളിക്ക് 30 വയസ്സാണ് ആ സമയത്ത്. അപ്പൊ എന്നാലും കുഞ്ഞിൽ തൊട്ട് നിങ്ങൾക്ക് അറിയാന്ന് പറയുന്ന ഒരു സീനിയോറിറ്റി ആ റെസ്പെക്ട് ചെയ്തിട്ടേ ചിലപ്പോൾ മിണ്ടാതിരിക്കും അവരെ മനസ്സിൽ തോന്നിയാലും. അത് മിണ്ടാതിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടുപ്പ് നമ്മളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ബാക്കി എല്ലാവരുമായിട്ട് നമ്മൾ ഉണ്ടാവും. ഇതിപ്പോ ശരിക്കും ഒരു ത്രൂ ഔട്ട് ഒരു ഫൺ തന്നെയാണോ ഈ സിനിമയുടെ ഒരു ജോണർ മൂഡ് എന്നൊക്കെ പറയണത്? തമാശകളിലൂടെ തന്നെയാണോ? ഇതൊരു സ്ലൈറ്റ്ലി ഫണ്ണുണ്ട്, അതിൻ്റെ ഫാമിലി ഇമോഷൻസ് ഉണ്ട്, സ്ലൈറ്റ്ലി ഫാൻറ്റസി ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി മേർജ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു പാക്കേജാണ് സിനിമ. സോ വന്നാൽ അത് ഭയങ്കര രസകരമായിട്ട് ഭയങ്കര ഫീൽ ഉണ്ടാക്കി എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഡെഫിനറ്റ്ലി യെസ്. ഇതിന്റെ ഫൺ ഫാമിലി ഫാന്റസി പിന്നെ 100% എന്റർടൈനർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടിച്ചത് അതാണ് എന്റെ കറക്റ്റ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ അശോകേട്ടനാണേലും കുറെ നാളുകൾക്ക് ശേഷം ഇതിനകത്തൊരു പണ്ടത്തെ നമ്മുടെ അശോകേട്ടനെ റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണോ ഇതിനകത്ത്? ആ ക്യാരക്ടർ പണ്ടത്തെയാണ്, പക്ഷെ തമാശകൾ പുതിയതാണ്. ഓ ഓക്കെ. അതിലേക്ക് വളച്ചു കൊണ്ടിട്ട് ആ പണ്ടത്തെ 80-ലെ അശോകനെ കൊണ്ടുവന്നിട്ട് 80-ലെ തമാശയാണോ കാണിച്ചേക്കണെന്ന് ചോദിക്കണ്ട. പുതിയ തമാശയിലേക്ക്. അതെ അതെ. ഓക്കെ. പക്ഷെ അശോകേട്ടനും അന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെ, കാരണം ഈയുടെ അടുത്ത കാലത്തൊക്കെ ചേട്ടൻ ചെയ്തതെല്ലാം കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു. അപ്പൊ ചേട്ടന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് പണ്ടത്തെ അശോകേട്ടനെ മിസ് ചെയ്യണു, കുറച്ച് തമാശകൾ പറയുന്ന ഒരു അശോകേട്ടൻ. അപ്പൊ എനിക്കിപ്പോ നാദൃശ്യയുടെ ഒരു മൂവി വരാനുണ്ട്, അപ്പൊ അതിൽ പ്രതീക്ഷയായിട്ട് ചേട്ടനും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോ ട്രെയിലറല്ലേ കണ്ടിട്ടുള്ളൂ, അതിനകത്തൂടെ ഫുൾ ഒരു തമാശകളിലൂടെ പോകുന്ന ഒരു അശോകേട്ടനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? കുറെ നാളിന് മുമ്പ് ഈ കട്ടപ്പനയിൽ ഋതുരോഷം ചെയ്യുന്ന സമയത്ത് സെലിംകുമാർ വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് ആദാമിന്റെ മകൻ അബു പോലുള്ള ദേശീയ അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവൻ ആ ടൈപ്പ് ക്യാരക്ടേഴ്സ് മാത്രം ചെയ്ത് പണ്ട് ആദ്യ തെങ്കാശി പട്ടണത്തിലും ഇതിലൊക്കെ വന്ന സെലിംകുമാർ എന്നൊക്കെ മാറി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സെലിംകുമാറിനെ നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് കട്ടപ്പനയിൽ ഋതുരോഷനിൽ സെലിംകുമാറിനെ ഭാരത് ബാബാക്കി ജയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ആ സെലിംകുമാറിനെ കിട്ടി. അപ്പൊ അതുപോലെ തന്നെ ഈ പടത്തിൽ അശോകേട്ടന് നമുക്ക് അന്നത്തെ അശോകേട്ടൻ നമ്മൾ കണ്ട് ശീലമുള്ള അശോകേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി ഒരു കൊതി അത് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് അശോക് ചേട്ടൻ ഈ ഇടുക്കി സബ്ജക്റ്റ് ആണെങ്കിലും കൊച്ചിക്കാരനാണ്. നമ്മൾ കണ്ടിരിക്കുന്ന ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള മൂവീസിലൊക്കെ ഇപ്പൊ ഇടുക്കിയാണെങ്കിൽ പോലും നമ്മൾ കാണാത്ത ഇടുക്കിയുടെ ഒരു ഭാഗം ഉണ്ടാവും. അത് പ്രത്യേകിച്ചും ക്യാമറ കണ്ണുകളിലൂടെ അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ചന്തമാണ്. അപ്പൊ അങ്ങനെ അത് പാട്ടിലേക്കാണ് കൂടുതലും എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ആ ബ്യൂട്ടി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു എഫേർട്ട് വന്നിട്ടുണ്ടോ? ഞങ്ങളൊരു എഫേർട്ട് ഭയങ്കരമായിട്ട് എടുത്തു, പക്ഷെ അത് മഴ വന്ന് നമ്മുടെ നമ്മളൊരു വലിയ സ്ഥലമൊക്കെ ഫിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്ന ഒരു സോങ്ങിന് വേണ്ടിയിട്ട് അത് ഭയങ്കര രസമുള്ള സൺലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് റെഡിയാക്കി അന്ന് ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായിരുന്നു. അത് അപ്പോഴാണ് ഒരു മഴ വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യിച്ച് വീണ്ടും അത് ഞങ്ങൾ പാലക്കാട് പോയി വേറെ ലൊക്കേഷനിൽ കൊണ്ടുവച്ച് ചെയ്യേണ്ടി വന്നു. അന്നും പ്രകൃതി നമുക്ക് പ്രതികൂലമായിരുന്നു. അപ്പൊ അന്നും നമ്മൾ വിചാരിച്ച തരത്തിലേക്ക് അതിനെ ഉയർത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് അത് ചെയ്യണം നിക്കയ്ക്ക് അത് തോന്നിയില്ല, അത് ക്യാപ്ചർ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾക്ക് എങ്ങനെയെങ്കിലും അതായത് ഒരു സ്ഥലത്ത് കണ്ട വിഷ്വല് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടല്ലോ, ആ തയ്യാറെടുപ്പ് വാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ട് ഇത് കലക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ആ സെറ്റപ്പ് കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ പരിമിതികളുണ്ട്. നമ്മൾ അവിടെ കണ്ട ഇപ്പൊ ഇങ്ങനെ ഇവിടെ വെച്ചിരുന്ന അതേ സ്ഥലമല്ല അപ്പുറത്ത് കാണുന്നത്, അതിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ പക്ഷെ നമുക്കിത് ഷൂട്ട് ചെയ്ത് തീരും. എന്നാ ഇത് വെച്ചിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യണം, അല്ലാണ്ട് തീർക്കാൻ പറ്റില്ല. കാരണം പിന്നെ ബഡ്ജറ്റ് ഭയങ്കര ഹൈക്കാവത്തില്ലേ, ഇപ്പൊ ഒന്നും ആയില്ല ബഡ്ജറ്റ്. അല്ല, നമ്മൾ അതിനു വേണ്ടി ബലം പിടിച്ചിരുന്നത് എവിടെ എത്തും. ഇപ്പൊ തന്നെ ഈ അഷ്റഫ് പറയുന്നത് സ്ലൈറ്റ്ലി ഹയർ ആണ് പക്ഷെ ബി ഫ്രാങ്ക് നമ്മള് അങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും ബഡ്ജറ്റിനകത്തേക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റിയ എന്നുള്ളതാണ് സത്യാവസ്ഥ. എവിടെ അങ്ങനല്ലേ, എവിടെയാ പിടിച്ചത്, അത് കണക്കും കാര്യങ്ങളും പറഞ്ഞു തരും. അതെന്തുകൊണ്ടാന്ന് അറിയാവോ? അല്ല, വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് മുടക്കിയേക്കുന്ന പൈസ സ്ക്രീനിൽ കാണാം. പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുടക്കി ഇതില് മുടക്കിയില്ലായിരുന്നെങ്കിൽ സ്ക്രീനിൽ ഇപ്പൊ ഈ കാണുന്ന കാഴ്ച അല്ലെങ്കിൽ നമ്മൾ ഇത് പറയണത് ഇത് എന്തായാലും ഇവർക്ക് പറയാൻ പറ്റും. അതായത് ഞാൻ ഒന്നിനും ഒരു ഇത് വെച്ചില്ല, ചെയ്യാൻ പാടില്ല, അത് പാടില്ല.
പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു, പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു. ഞാൻ ഒന്നിനൊരു തടസ്സം പോലെ അത് പറ്റില്ല അത് എന്തിനാ എന്നുള്ളത് ചോദിച്ചിട്ടില്ല ഒരാളാണ്, ഒരു സാധനം ചോദിച്ചിട്ടില്ല. അത് ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ല ഇല്ല, എല്ലാം ഓപ്പൺ ആയി. അതിനകത്ത് പുള്ളി ഇതൊന്നാമത് എല്ലാവരും ടീമാണ്, ഞാൻ പ്രൊഡ്യൂസർ മറ്റേ ഡയറക്ടർ ക്യാമറ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഭയങ്കര ജോളിയായിട്ട് ഇതിനെന്താ വേണ്ട ആവശ്യമുള്ളത് ഓക്കെ. ഞാൻ ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഒന്നും ഇതേ പാടുള്ളൂ, ഇത്ര ഇത് നിർത്തണം അങ്ങനെ ഒന്നുമില്ല. അതിനകത്ത് എനിക്ക് ഭയങ്കര ഏറ്റവും റെസ്പെക്ടബിൾ ഉള്ള പ്രൊഡ്യൂസർ കേട്ടോ പുള്ളി. കാര്യം എൻ്റെ ലൈഫിൽ സിനിമ ലൈഫിൽ ഇതുവരെ ഇന്നേ ദിവസം വരെ ഒരാഴ്ച മുമ്പ് നമ്മുടെ ടെക്നീഷ്യൻസിന് അല്ലെങ്കിൽ നമ്മളെ ലൈറ്റ് ബോയ്സിന് മറ്റേ ക്യാമറയ്ക്ക് അത് ഇതിന് പൈസ കൊടുക്കുന്ന ബാറ്റ കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇതിലപ്പുറം എന്ത് ഓൺലി വൺ. ഇതിനപ്പുറം എന്ത് വേണം അഷ്റഫിക്ക? അതുകൊണ്ട് തന്നെയാണ് ആ വർക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം മഴയൊന്നും വെയിലൊന്നും ഇല്ല. ഞാൻ ഇന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കടക്കാരനായി പോകും ഞാൻ. അതുകൊണ്ട് ഇന്ന് ഞാൻ വർക്ക് ചെയ്യണം എന്ന തീരുമാനത്തിലായിരുന്നു അവർ. ഞാനിങ്ങനെ പറയും, ഇടാ ഗോഡയുടെ മുകളിലൊക്കെ ആൾക്കാർ മഴയൊക്കെ നനഞ്ഞ് നിൽക്കുമ്പോഴാ മഴയിലടാ ഇറങ്ങേണ്ട നിൽക്കുക കഴിഞ്ഞിട്ട് ചെയ്യാം ഇല്ലാടാ കുഴപ്പമില്ല പൊക്കോട്ടെ ഇന്ന് താഴെ ഇറങ്ങി എന്നിട്ടാണ് അവർ പറയുന്നത്. സോ അത്രയും അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അത് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമ വഴിയും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും എന്നാണ് ഞങ്ങളുടെ പരിപൂർണ പ്രതീക്ഷ. കിട്ടും, എല്ലാം കിട്ടും. ഇനി ഇക്കയുടെ അടുത്തൊരു സെഗ്മെന്റ് ആണ്. ഇവരെയൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇക്കയുടെ മനസ്സിലേക്ക് വന്നതും അല്ലെങ്കിൽ ഇവരായിട്ട് നടുത്ത് കഴിഞ്ഞപ്പോൾ വന്ന ഒരു ഓർമ്മകൾ. കലാഭവൻ മണി, മണിച്ചേട്ടനും അബി പണ്ട് ഞങ്ങൾക്കൊരു മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു, കൊച്ചിൻ സാഗർ എന്ന് പറഞ്ഞിട്ട്, അല്ല കൊച്ചിൻ ഓസ്കാർ. ഈ ഓസ്കാർ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഞങ്ങൾ വേറെ കുറേ ആർട്ടിസ്റ്റുകളായിരുന്നു, രമേശ് കുറുമശ്ശേരി അങ്ങനെ. അന്ന് അബി, ഷിയാസ്, ബഷീർ എന്നൊക്കെ പറഞ്ഞ് ഇവർ മൂവാറ്റുപുഴ ഒരു മിമിക്രി ട്രൂപ്പ് ആയിട്ട് നടക്കുകയാണ് 3 പേര്. അന്ന് ഞങ്ങളുടെ മിമിക്രി, ഓസ്കാറിൻ്റെ മിമിക്രിയൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അബിയൊക്കെ അവിടെ കാണാൻ വരും. അബി ഇങ്ങനെ കുറേ സ്റ്റാർസിനൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ നമ്മുടെ ട്രൂപ്പിൽ പറഞ്ഞു നമുക്ക് ഈ അബിനെ നമ്മുടെ ട്രൂപ്പിലേക്ക് എടുത്താലോ ഓസ്കാറിലേക്ക്. അപ്പോൾ അവിടുന്ന് ചില എതിർപ്പുകൾ വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇവന് ഒടുക്കത്തെ ഗ്ലാമർ, പിന്നെ അപാരമായിട്ടുള്ള കഴിവുകളും ഈ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് അത് വേണോ അല്ലെങ്കിൽ അയാൾ ഞാൻ പറഞ്ഞു വന്നത് ഭയങ്കര മുതൽക്കൂട്ടാണ്. കാരണം ജയറാമേട്ടൻ ഒരു അവിടെ അങ്ങനെ അബി വന്ന് അബി ജോയിൻ ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ ടീമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ വണ്ടിയിൽ പോകാൻ നേരത്ത് നമ്മൾ കൂട്ടുകാരെ കളിയാക്കി പാട്ടുണ്ടാക്കും ഞാൻ പെട്ടെന്ന് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന്. അങ്ങനെ പാടിയപ്പോഴാണ് അബിൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് പാരഡി എഴുതാൻ പറ്റില്ലേ, നിനക്ക് ഈ കൂട്ടുകാരെ കളിയാക്കണതിന് പകരം നാട്ടുകാരെ കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാശ് കിട്ടും. ഞാൻ പറഞ്ഞു ഞാൻ പാട്ട് എഴുതി കഴിഞ്ഞാൽ ആര് മേടിക്കാം, നമുക്ക് നോക്കണം നീ എഴുത്. അങ്ങനെ എഴുതി ആയിട്ടാണ് ഞങ്ങൾ ഈ കാസറ്റ് കൊണ്ട് എന്നിട്ട് ആർക്കും വേണ്ട. അപ്പോൾ ഓരോ പ്രൊഡ്യൂസേഴ്സ്, കാസറ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചോദിക്കും. ഞങ്ങൾ ഇതുപോലെ കാസറ്റ് പ്രൊഡ്യൂസേഴ്സ് അന്ന് വീരരായപ്പ ചേട്ടൻ്റെ കൊച്ചി മിമിക്കടയൊക്കെ പാട്ടുകളാണ് പാരഡി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തർ ചോദിക്കും, അവരുടെ കാശൊക്കെ എന്നെ കൊണ്ടിരിക്കുക എന്തേ ഒന്നല്ല ഒരു പാരഡി കാസറ്റ് ചെയ്തിട്ടുണ്ട്, ആരെഴുതിയേക്കണ? അപ്പോൾ അബിയറോ ഇയാളുടെ പേരെന്താണ്? നാദർഷ. താനാണ് എഴുതിയത്. നമ്മളിപ്പോൾ ആ പരിപാടി ഒന്നും ചെയ്യാനില്ല, നിർത്തി. അപ്പം അങ്ങനെ കയറി ഇറങ്ങി കുറേ കയറി ഇറങ്ങി നടന്നിട്ട് രക്ഷയില്ല. അവസാനം ഒരാൾ പറഞ്ഞ് ചെയ്യാം, അതിന് ലേബൽ റേറ്റിന് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു സരിക ബുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് കൊടുത്തു. അത് കയറിയാണ്ട് ഹിറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ട് സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ ആദ്യം വേണ്ടാന്ന് പറഞ്ഞവരൊക്കെ വന്നിട്ട് എപ്പോഴാണ് നമുക്ക് ഒരെണ്ണം ചെയ്യണം എന്ന് ചോദിച്ചിട്ട് വന്നത്. അങ്ങനെ പിന്നെ ഓരോരുത്തർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നി ഇതൊന്നും പിന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലേ. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരു കമ്പനി തുടങ്ങി. അങ്ങനെ ചേട്ടൻ പോലും വിചാരിക്കാത്ത രീതിയിലാണ് അത് അങ്ങനെ ഹിറ്റ് ആയി പോയത് അല്ലേ? സുഹിത്തേട്ടനൊക്കെ നിങ്ങൾക്കൊക്കെ അക്ഷയ്ക്ക് ഒരു പക്ഷെ അത് അറിയണ്ടാവില്ല അല്ലേ? നമ്മളൊക്കെ ഒരു ഇതായിരുന്നില്ലേ, അടുത്ത കാസറ്റ് എപ്പോഴും നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെയാണ് നാദൃശ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ നമ്മുടെ മനസ്സിലേക്ക്. ഞങ്ങള് അന്ന് മറ്റേ എറണാകുളത്തൊരു റൂമുണ്ട്, മറ്റേ നമ്മുടെ മാസ് ഹോട്ടൽ എന്ന് പറഞ്ഞ. ഇപ്പോൾ അറിയാം, അത് ഏറ്റവും കുറച്ച് പൈസക്ക് താമസിക്കാൻ പറ്റുന്ന റൂം ഉള്ള സ്ഥലം. 75 കണ്ട് 1 മാസം കണ്ട് താമസിക്കാൻ തോന്നുന്നു. അതുപോലത്തെ അല്ല ഞാൻ പറഞ്ഞ അങ്ങനത്തെ ചെറിയ ആ കാലം അതാണ്. അപ്പം മാസ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. മാസ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഈ AC ഒന്നും അല്ല, കൊതുക് ഭയങ്കര കൊതുകാണ്. അങ്ങനെ കാസറിൻ്റെ ഡിസ്കഷന് സലീംകുമാർ വന്നിരിക്കും.
സെലിംകുമാർ ബീഡി വലിക്കും ഭയങ്കരമായിട്ട്. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പക്ഷേ ഈ ബീഡി കൊതുകുതിരി മേടിക്കാൻ അതിന് കാശ് ചിലവാക്കണം. അത് തന്നെ പിന്നെ ഇവൻ്റെ ബീഡി വലി ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വലിച്ചോട്ടെ കുഴപ്പമില്ല. സലിമേട്ടൻ കേട്ടാ പറയും അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടാ ഞാൻ ഈ ഇല്ല അങ്ങനെയല്ല. പിന്നെ നമുക്ക് അത് ഒരു ശല്യം അല്ലാതായി തീർന്നു. കാരണം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഉണ്ടായ കുറെ സാധനങ്ങളാണ്. പിന്നെ മണി ആദ്യമായിട്ട് നാടൻ പാട്ട് അല്ലേ? അതിനു മുമ്പ് ഞങ്ങളുള്ള പരിചയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ഗൾഫ് ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പലപ്പോഴും അറിയാവുന്നതാണ് എല്ലാവർക്കും. ടിനി ടോമും കലാപവും മണി കൂടിയാണ് സെഞ്ചുറി മമ്മി എന്ന് പറയുന്ന പുള്ളിയാണ് കൊണ്ടുപോകുന്നത് ഗൾഫിൽ. അപ്പോൾ നടൻ സിദ്ദിഖ ലീഡ് ചെയ്യുന്ന ഒരു ഷോ. അപ്പോൾ പിന്നെയുള്ള നെക്സ്റ്റ് അതിൽ സ്റ്റാർ ഞാനാണ്. അന്ന് സ്റ്റേജ് ഞാൻ പണ്ടത്തെ വീഡിയോ കാസറ്റ് കൂടിയുള്ള മുഖം. അപ്പോൾ ഒരു മിമിക്രിക്കാരൻ വരുന്നുണ്ട്, 2 പേര്. അവരൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദിഖാൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യില്ല, നീ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ ടിനി ടോമിന് ഓൾറെഡി മമ്മിക്ക പറഞ്ഞേക്കണം ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഡോറിൻ്റെ പുറത്ത് ഒരാൾ ഇതിപ്പുണ്ട്, എടാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ട്രിപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്ക് നീ. ഞാൻ പറഞ്ഞു അതിൽ 2 പേരുണ്ട്, അതിൽ ഒരുത്തനെ തട്ട നോക്ക്. എന്നിട്ട് ഒരുത്തനെ ഫിക്സ് ചെയ്ത് നീ ഏതെങ്കിലും ഒരുത്തനെ തട്ടിയിട്ട് തന്നെ ദിലീപാണ് വെയിറ്റ് ചെയ്യണം പുറത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുത്തനെ തട്ടിയിട്ട് വേണ്ട. പിന്നെ ഉള്ളത് മണിയാണ് വന്നത്. ഇപ്പം മണീനെ എനിക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിയ ഓരോ ഐറ്റംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മണീൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാം ഉക്കറായിട്ട് ചെയ്യുവാൻ. ഒരു ആനയുടെ നടപ്പുണ്ട് ബാക്ക്, അവർ കാണിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് അത് പക്ഷെ ബ്ലാക്ക് പാൻറ് ഉണ്ടെങ്കിലാണ് കറക്റ്റ് ആവുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാൻ പാടില്ലായിരുന്നു, നിങ്ങോട്ട് പറഞ്ഞത് ബ്ലാക്ക് പാൻറ് ഇടാറുന്നില്ലേ. ഞാൻ അതിൽ പിടിച്ചു. അതറിയായിരുന്നു. പക്ഷേ കലാഭവനിൽ പരിപാടി കാരണം ഒരു പാൻറ് ഉള്ളത് കഴുകിയിട്ടേക്കാണെന്ന് പറഞ്ഞു. നാളെ പ്രോഗ്രാം ഉണ്ട്. ചങ്ക് ഒടിഞ്ഞു പോയി. പെട്ടെന്ന് ഞാൻ ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞേ എടാ ഈ പരിപാടിക്ക് ഞാൻ പോയില്ലെങ്കിലും അവനെ വേണം. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്നു. ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് റൂം. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ കലാഭമണി കിടക്കുന്നത് അതിന് കൂടുതൽ ഓർക്കസ്ട്രക്കാരും പിന്നെ ഡാൻസേഴ്സ് അങ്ങനെ മെയിൽ ഡാൻസേഴ്സൊക്കെ ഉള്ള ഒരു റൂമിൽ താഴെ ഒരു ബെഡ്ഷീറ്റും ഇതും വിരിച്ച് തലേനെ വെച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ നമ്മൾ സ്റ്റേജിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യണം. നമ്മൾ ഇയാൾ ഇവിടെയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു അപ്പോൾ അല്ല എനിക്ക് ഇവിടെ എല്ലാവരെയും കൂടെ. അപ്പോൾ എൻ്റെ റൂമിൽ എനിക്ക് സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വരാൻ പറഞ്ഞു. പെട്ടിക്കെടുത്ത് എൻ്റെ റൂമിൽ കൊണ്ട് കിടത്തി. അവിടെ നിന്ന് തുടങ്ങിയൊരു ബന്ധം. അത് കഴിഞ്ഞിട്ട് ദില്ലിവാല രാജകുമാരിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മണിക്ക് വേറെ ഹോട്ടലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എൻ്റെ റൂമിൽ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ മണീനെ കൊണ്ടുവന്ന് എൻ്റെ റൂമിൽ ഞങ്ങൾ ഒരു റൂമിലായി. എൻ്റെ അടുത്ത് തന്നെ എടാ ഞാനേ ഇന്ന് പടത്തിൽ അഭിനയിച്ചിങ്ങനെ ഒരു സീൻ എടുത്തിട്ട് ഞാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ വെറുതെ ആ സീനിൽ നമ്മുടെ ഷിയാസ് കട ചിരിയില്ലേ എന്ന് പറഞ്ഞു. അത് ഞാൻ ചിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അതെല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ പറഞ്ഞു നീ ഒരു പണി ഇതൊരു മാനറിസമായിട്ട് എല്ലാ സീൻസിലും ഇത് ചിരിക്കുക. ആ ചിരി കയറി കൊളുത്താൻ സാധ്യതയുണ്ട്. നീ സേൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുക അത് ചിരിച്ചിട്ട്. അങ്ങനെ ആ ചിരി ചിരിച്ച് അത് പിന്നെ നമ്മുടെ ഓഡിയോ കാസറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് അടുത്ത ഓഡിയോ കാസറ്റിൽ എനിക്കൊരു ചാൻസ് തരും പാടാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. അങ്ങനെ വന്ന് മാവേലി കുമ്പത്തിൽ കയറി അങ്ങനെ പിന്നെ നാടൻ പാട്ട്. അന്ന് മാവേലി കുമ്പത്തിൽ ഒരു പാട്ട് പാടി വടക്കോട്ട് പോകുമ്പോൾ മാവുമ്മ മങ്ങ തൂച്ചുമ്മ കൂന്താരോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മണിയുടെ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് മണി കാസറ്റുകൾ. പിന്നെ മണിയുടെ നാടൻ പാട്ടുകൾ മണി ആയി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് മണിനാഥ് എന്ന് പറയും. മണിയും നാദൃശ്യം ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്ത് രണ്ടുപേരും. ശരിക്കും നമുക്കൊക്കെ വലിയൊരു നഷ്ടം തന്നെയാണ് ഈ പറയുന്ന എല്ലാവരും. ചങ്കുറ്റത്തിന്റെ ഭയങ്കര ഇതാണ്. ഞാൻ കലാഭവൻ ചേട്ടൻ്റെ അടുത്ത് എനിക്കൊരു ഭയങ്കര രസമുള്ളൊരു ഓർമ്മ. ഞാൻ ഇപ്പം എൻ്റെ ഒരു 20-21 വയസ്സിൽ ഞാൻ ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ എവിടെ പോയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വഴിയൊക്കെ അന്വേഷിച്ചൊരു സ്ഥലത്തെത്തി വയ്ക്കുമ്പം ഒരു വലിയൊരു പയ്യൻ 17 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് സൈക്കിള് ചവിട്ടി അതിൽ അഭിനയിക്കാൻ വന്നിരിക്കുക. സൈക്കിൾ ചവിട്ടി അഭിനയിക്കാൻ വന്നിരിക്കുക. ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു ഷർട്ടോ മുണ്ടോടി ഉണ്ട്. ഈ കക്ഷി ആണ് അത് വളരെ ഒരു ചെറിയ 1-2 സീക്വൻസേ ഉള്ളതിനകത്ത്. പക്ഷെ ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ട്. അപ്പോൾ അന്ന് തന്നെ മറ്റേ മാമുക്കയുടെ ഇതൊക്കെ ഇല്ലേ, പല്ലൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് പുള്ളി അവിടെ വന്ന് കുറെ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ
അവിടെ നിന്ന് പുള്ളി വേറൊരു ലെവലിലേക്കാണ് ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് കാണുന്നത് പുള്ളിനെ. ബ്യൂട്ടിഫുൾ. ആ. എന്തായാലും അതേപോലെ തന്നെ ഇത്രയും നല്ല ഓർമ്മകൾ പോലെ നല്ല കുറെ ഓർമ്മകൾ തരുന്ന ഒരു മൂവി തന്നെ ആവട്ടെ മാജിക് മഷ്റൂം എന്ന് നമുക്ക് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. Thank you, താങ്ക് യു. thank you, താങ്ക് thank യു. you.